സുപ്രീം കോടതിയിലെ പ്രതിസന്ധി ഗുരുതരമായി തുടരുന്നു. തർക്കം പരിഹരിച്ചിട്ടില്ലെന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ പീപ്പിൾ ടിവിയോട്. തർക്കം തുടരുന്നതിനിടെ ജഡ്ജി ലോയയുടെ മരണം സംബന്ധിച്ച കേസ് ഇന്ന് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ച് പരിഗണിക്കും. മെഡിക്കൽ കോളേജിൽ ചീഫ് ജസ്റ്റിസിന്റെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന ജഡ്ജിമാർക്ക് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കത്തയച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേർന്നുണ്ട്. സന്തോഷ്, സുപ്രീം കോടതിയിലെ തർക്കങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പലവിധ ഇടപെടലുകൾ ബാർ കൗൺസിലിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇപ്പോഴും ജഡ്ജിമാർക്കിടയിൽ മഞ്ഞുരുകിയിട്ടില്ല. ഏറ്റവും പുതുതായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എന്താണ്? മനു, ഇന്ന് തർക്കം തുടങ്ങിയതിനു ശേഷമുള്ള രണ്ടാമത്തെ സുപ്രീം കോടതിയുടെ പ്രവൃത്തി ദിനമാണ്. ഇന്നലെ ഏകദേശം 10 മിനിറ്റോളമാണ് സുപ്രീം കോടതി നടപടികൾ ആരംഭിച്ചെങ്കിൽ ഇന്ന് കൃത്യം 10:30 തന്നെ സുപ്രീം കോടതിയുടെ ഇവിടുത്തെ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറ്റോർണി ജനറൽ കെ വേണുഗോപാലുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹമാണ് ഈ പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ചില വിഷയങ്ങളിലെ ചർച്ചകൾ തുടരുകയാണ്. ഒരു പരിഹാരം 2-3 ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ബാർ കൗൺസിൽ പ്രതിനിധികളുമായും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരും ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ആ വാക്കുകൾ പിൻവലിച്ചിരിക്കുന്നു. അതായത് പരിഹരിക്കപ്പെട്ടു എന്നത് അവരും മാറ്റി. ഈ ആഴ്ചക്കുള്ളിൽ, ഇനിയിപ്പോൾ ഉള്ളത് വെള്ളിയാഴ്ച വരെ, ഈ ആഴ്ചക്കുള്ളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അവർ തുടർ ചർച്ചകൾക്ക് തയ്യാറാണോ എന്ന് വ്യക്തമല്ല. അറ്റോർണി ജനറൽ ആകട്ടെ തുടർ ചർച്ചകൾ നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്നലെ ഈ 4 ജസ്റ്റിസുമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന ഒരു RP ലൂതർ അഭിഭാഷകൻ ഒരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നടത്തിയിരുന്നു. ഇതിന് മറുപടി എന്നോണം ഈ പ്രശാന്ത് ഭൂഷൺ ഇന്ന് ഈ മുതിർന്ന എല്ലാ ജസ്റ്റിസുമാർക്കും ഈ മെഡിക്കൽ കോഴക്കേസിൽ ഈ ചീഫ് ജസ്റ്റിസ് ആരോപണ വിധേയനാണ് എന്ന് അറിയിച്ചുകൊണ്ട് 27 പേജ് വരുന്ന കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിനോടൊപ്പം മെഡിക്കൽ കോഴക്കേസിലെ തെളിവുകളും കൈമാറി. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ കേസ് നേരത്തെ ചീഫ് ജസ്റ്റിസ് പരിഗണിച്ച രീതി ശരിയല്ല. അരുൺ മിശ്രയുടെ ബെഞ്ച് കൊണ്ട് ഇത് റദ്ദാക്കപ്പെടുകയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് പുനരന്വേഷിക്കണം. ഇക്കാര്യത്തിലുള്ള തെളിവുകൾ നിലനിൽക്കുന്നു എന്നാണ് പ്രശാന്ത് ഭൂഷൺ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം പുറത്തു വരുന്നത്, ഇന്നലെ ജസ്റ്റിസുമാർ പരസ്പരം കണ്ടപ്പോൾ ഈ ജൂനിയർ ജസ്റ്റിസുമാർ ഈ 4 വാർത്താ സമ്മേളനം നടത്തിയ ജസ്റ്റിസുമാർക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തി. ആരാണ് ഇവിടെ ജൂനിയർ ജസ്റ്റിസുമാർ, എന്തിനാണ് ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതെന്ന് ഈ അരുൺ മിശ്ര, രോഹിൻടൺ നരിമാൻ അടക്കമുള്ള ജസ്റ്റിസുമാർ സംസാരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അതായത് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് കൃത്യമായ വിഭജനത്തിലേക്ക്, ജസ്റ്റിസുമാരുടെ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, വലിയ തർക്കത്തിലേക്ക് മാറും എന്ന് വ്യക്തമാണ്. ഇരുവർക്കിടയിലുള്ള മഞ്ഞ് എന്തായാലും ഉരുകിയിട്ടില്ല. ഇന്ന് ജസ്റ്റിസ് ലോയയുടെ കേസ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പോലെ അരുൺ മിശ്ര ബെഞ്ച് തന്നെ കേൾക്കും. ഭരണഘടനാ ബെഞ്ചിൽ മുതിർന്ന ജസ്റ്റിസുമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഭരണഘടനാ ബെഞ്ച് നാളെ വാദം ആരംഭിക്കുകയും ചെയ്യും. സന്തോഷം, അതാണ് ഇത്തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് മുതിർന്ന ജഡ്ജിമാരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഈ ആരോപണം ഉന്നയിച്ച അതേ ജസ്റ്റിസ് തന്നെ ലോയയുടെ കേസും പരിഗണിക്കാൻ പോകുന്ന സാഹചര്യവും നിലനിൽക്കുമ്പോൾ എത്രമാത്രം പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ വളരെ വേഗത്തിൽ ഉരുത്തിരിയുന്നുണ്ടോ? മനു, അതായത് ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വഴിയായിരുന്നു ആദ്യഘട്ടം എന്ന നിലയിൽ ലോയയുടെ കേസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റുക എന്നത്. അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും ഒരു ബെഞ്ചിലേക്ക്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന് തന്നെ നേരിട്ട് ആ കേസ് പരിഗണിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഒത്തുതീർപ്പിന്റെ ആദ്യഘട്ടം എന്ന് പറയാം. കാരണം ഈ ലോയയുടെ കേസാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോലും വഴിതെളിച്ചത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പിടിവാശി തുടരുന്നു. ലോയയുടെ കേസ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പോലെ അരുൺ മിശ്ര തന്നെ അന്വേഷിച്ചു. അപ്പൊ അതിനർത്ഥം ഈ ചീഫ് ജസ്റ്റിസും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് മറ്റ് വാർത്താ സമ്മേളനം നടത്തിയ 4 ജസ്റ്റിസുമാരെ പ്രകോപിപ്പിക്കുക തന്നെ ചെയ്യും. ഈ പ്രശ്ന പരിഹാരം പിന്നെയും അകലും. മറ്റതാണെങ്കിൽ ഒരു തുടക്കമിട്ടു, ചീഫ് ജസ്റ്റിസ് ഒരു തുടക്കമിട്ടു എന്നെങ്കിലും പറയാൻ കഴിയും. പക്ഷെ ഇപ്പോഴതല്ല. ഇനി മറ്റു വഴികൾ, മറ്റു മാർഗങ്ങൾ നേടേണ്ടി വരും പ്രശ്നപരിഹാരത്തിന്. പക്ഷെ ഈ 4 ജസ്റ്റിസുമാർ അടുത്ത വൃത്തങ്ങൾ ഇന്നലെ രാത്രി അറിയിച്ചത് ഇനിയൊരു വാർത്താ സമ്മേളനം നടത്തി പ്രശ്നത്തിന് തങ്ങളില്ല എന്ന് തന്നെയാണ്. ജനങ്ങൾ ഇനി മനസ്സിലാക്കിക്കോട്ടെ എന്ന നിലപാടിലേക്കാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അവരത് പറയുമ്പോൾ പോലും സുപ്രീം കോടതിയുടെ ഒരു ഭരണ നിർവഹണത്തിൽ ഇവർ തമ്മിലുള്ള ഈ വിഭജനം, ഇവർ തമ്മിലുള്ള എതിർപ്പുകൾ, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഭരണ നിർവഹണത്തെ ബാധിക്കുക തന്നെ ചെയ്യും.
ശരി, സന്തോഷ് സാർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും സുപ്രീം കോടതിയിലെ തർക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. തർക്കങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമാകുന്നില്ല. ഏതായാലും ജഡ്ജിമാർക്കിടയിലെ പ്രശ്നങ്ങളുടെ മഞ്ഞ് ഉരുകിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ലെന്ന് അറ്റോർണി ജനറൽ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇനി CPIM സമ്മേളന വാർത്തകളിലേക്ക്. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. മുതിർന്ന നേതാവ് MM ലോറൻസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക്. ആധുനിക ചൈന എന്ന സമീപനം ഇതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ചൈനീസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ചൈനയ്ക്കെതിരെ സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കേന്ദ്രീകരണം ഇന്ന് വന്നിരിക്കുകയാണ്. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടൊരു അച്ചുതണ്ട് രൂപീകരിക്കപ്പെട്ടത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്ക മുൻകൈയെടുത്ത് നടത്തിയ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾ എപ്പോഴും അമേരിക്കൻ സാമ്രാജ്യത്വം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് മാത്രമേ സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. ചൈനീസ് പരിതസ്ഥിതിക്കനുസരിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയുമായിട്ടാണ് ചൈന മുന്നോട്ട് പോകുന്നത്. വടക്കൻ കൊറിയ ഇന്ന് ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. വടക്കൻ കൊറിയയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം. അതിനുവേണ്ടി തെക്കൻ കൊറിയയെ ആയുധവൽക്കരിച്ച് വടക്കൻ കൊറിയയെ ഇല്ലാതാക്കുക എന്ന നീക്കത്തോടു കൂടി അമേരിക്കൻ സാമ്രാജ്യത്വം നീങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ വടക്കൻ കൊറിയ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സൈനിക ശക്തി വികസിപ്പിക്കാൻ നിർബന്ധിതമായി തീരുന്നുണ്ട്. വടക്കൻ കൊറിയ ധാരാളം പ്രകൃതി സമ്പത്തുള്ള രാഷ്ട്രമാണ്. ആ പ്രകൃതി സമ്പത്ത് ഉപയോഗിച്ച് വലിയ സാമ്പത്തിക പുരോഗതി കൊറിയക്ക് നേടാൻ സാധിക്കും. അതിന് കൊറിയയെ അനുവദിക്കാതെ സൈനിക ഇടപെടൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന അമേരിക്കയുടെ നീക്കം തടയാനാണ് വടക്കൻ കൊറിയ സൈനിക ശക്തി വികസിപ്പിക്കാൻ നിർബന്ധിതമായി തീർന്നിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളിലും അമേരിക്ക ഇടപെട്ട രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വടക്കൻ കൊറിയ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ നിർബന്ധിതമായി തീർന്നിട്ടുള്ളത്. വിയറ്റ്നാം സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാമ്രാജ്യത്തിന് മുമ്പിൽ വിയറ്റ്നാം കീഴടങ്ങിയിട്ടില്ല. ക്യൂബ ഒരു ചെറിയ രാജ്യമാണ്. ഫിദൽ കാസ്ട്രോ അധികാരത്തിൽ മാറുന്നതോടുകൂടി അവിടെ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് ആ രാജ്യത്തെ വ്യതിചലിപ്പിക്കാൻ സാധിക്കുമെന്നും ക്യൂബയെ കീഴടക്കാൻ കഴിയുമെന്നുമായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചത്. ഒബാമ അമേരിക്കൻ പ്രസിഡന്റായ സന്ദർഭത്തിൽ ക്യൂബയോട് നേരത്തെ സ്വീകരിച്ചു വന്ന നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആ നിലപാടിനെ ക്യൂബയും സ്വാഗതം ചെയ്തു. ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായതോടുകൂടി ക്യൂബയ്ക്കെതിരായുള്ള ഉപരോധം ശക്തിപ്പെടുത്തുകയും ക്യൂബയെ നശിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ സോഷ്യലിസം അല്ലെങ്കിൽ മരണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ക്യൂബയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് അണിനിരത്തി ക്യൂബ മുന്നോട്ട് പോകുന്നത് ലോകത്തെമ്പാടും ഉള്ള സാമ്രാജ്യ വിരുദ്ധ ശക്തികൾക്ക് പ്രചോദനം നൽകുന്ന
സംഭവ വികാസമാണ്. ഈ സന്ദർഭത്തിൽ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിലേർപ്പെടുന്ന ഈ രാജ്യങ്ങളെ വിലയിരുത്തുകയും CPM-ൻ്റെ അഭിപ്രായം അതാത് സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം പാർട്ടി സ്വീകരിക്കാറുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ചൈനീസ് പാർട്ടിയുടെ കൂടെയാണ് CPIM-ഉം കൊറിയൻ പാർട്ടിയുടെ കൂടെയാണ് CPIM എന്നും ഒരു വലിയ പ്രചാരവേല ചിലരിപ്പോൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമായ അവബോധമുള്ളൊരു പാർട്ടിയാണ്. 1964 7ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് CPIM രൂപം കൊണ്ടെങ്കിലും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ പിന്നീട് ബർദ്വാനിൽ വെച്ച് ഒരു പ്രത്യേക പ്ലീനം ചേർന്നു. അതിനുശേഷം കൊച്ചിയിൽ വെച്ച് ചേർന്ന 8ാമത് പാർട്ടി കോൺഗ്രസ്സാണ് സാർവദേശീയ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം കോഴിക്കോട് വെച്ച് ചേർന്ന 20ാം പാർട്ടി കോൺഗ്രസ് സാർവദേശീയ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളോടുള്ള നിലപാടുകളും CPIM വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു കാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന പാർട്ടിയാണെന്ന് ഒരു വിഭാഗം ആളുകൾ ആക്ഷേപിച്ചിരുന്നു. അതിനു മുമ്പ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന പാർട്ടിയാണെന്ന് വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ ശക്തമായി നിലനിൽക്കുന്ന കാലത്താണ് CPIM രൂപം കൊണ്ടപ്പോൾ ഈ പാർട്ടി ലോക സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് CPIM ചൈനീസ് പാർട്ടിയുടെ ഭാഗവുമല്ല, സോവിയറ്റ് പാർട്ടിയുടെ ഭാഗവുമല്ല, ഈ രാജ്യത്തിലെ സ്ഥിതിഗതികൾക്കനുസരിച്ചുകൊണ്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് സാമ്രാജ്യത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന, സോഷ്യലിസത്തിന് വേണ്ടി പൊരുതുന്ന എല്ലാ ജനവിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ് CPIM. CPIM-നെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്ത്യയിലെ CPIM-നെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കണം, ഇന്ത്യയുടെ വിപ്ലവപാത എന്താണ് എന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിലെ ജനങ്ങളുമാണ് തീരുമാനിക്കുന്നത്. സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാർവദേശീയ സംഭവങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വവും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും മൂർച്ഛിച്ചു വരികയാണ്. മൂന്നാം ലോക രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്രാജ്യത്വം തയ്യാറാക്കിയിട്ടുള്ള ഫോർമുല. അതിൻ്റെ ഭാഗമായിരുന്നു സൈനിക ശക്തി വഴി വിവിധ രാജ്യങ്ങൾ നടത്തിയ ഇടപെടലുകളും വിവിധ സാർവദേശീയ സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളും. അതിനുവേണ്ടി IMF, വേൾഡ് ബാങ്ക്, WTO, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ സാർവദേശീയ സംവിധാനങ്ങളെയൊക്കെ അമേരിക്ക ഉപയോഗിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇറാഖിൽ നേരെ നടത്തിയുള്ള ആക്രമണം, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്ക ഇടപെട്ടത് ആ രാജ്യങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അവരെ കീഴ്പ്പെടുത്തുക, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ഈ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി മൂന്നാം ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വം തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വിവിധ രൂപത്തിൽ
ഇന്ന് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളോ ഇന്ന് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് അമേരിക്ക നിർദ്ദേശിക്കുന്ന അതേപടി അംഗീകരിക്കുകയല്ല ഇപ്പോൾ മറ്റ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനം. യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത് ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പല രാഷ്ട്രങ്ങളും വേറിട്ട് പോകുന്ന പ്രവണത ശക്തിപ്പെട്ടിരിക്കുകയാണ്. ബ്രിട്ടൻ ഇത് സംബന്ധിച്ചൊരു തീരുമാനം തന്നെ എടുത്തു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേറിട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തത് അമേരിക്കയുടെ തന്ത്രം അതേപടി ലോകരംഗത്ത് വിലപ്പോകുന്നില്ല എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. ഇപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ജെറൂസലേം പ്രഖ്യാപിച്ചു. 1947 ഐക്യരാഷ്ട്രസഭ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ജെറൂസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെ എതിരെ 51 രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതോടൊപ്പം തന്നെ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തിനെതിരായി 127 രാഷ്ട്രങ്ങളാണ് അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ പാർലമെൻറ്റിൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ 52 പാർലമെൻറ്റ് മെമ്പർമാർ ഇസ്രായേൽ പാർലമെൻറ്റിൽ അമേരിക്കൻ നിലപാടിനെ എതിർക്കുകയാണ് ചെയ്തത്. 65 പേർ അനുകൂലിച്ചപ്പോൾ 52 ആളുകൾ എതിർത്തു. ഇത് വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു നിർദ്ദേശം കൊടുത്ത് ലോകത്തുടനീളം ഒരേ നിരത്തിൽ ഇത് നടപ്പാക്കുക എന്നുള്ള ഏകധ്രുവ ലോകം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ തന്നെ യോജിപ്പില്ല. പല രൂപത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണിത്. ഇതോടൊപ്പം മുതലാളിത്ത രാജ്യങ്ങളിൽ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം മൂർച്ഛിച്ചു വരികയാണ്. ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു നിശ്ചിത സമയത്തിൽ ഇത് പ്രസംഗം നമുക്ക് നിർത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് വിശദമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും വിവിധ രൂപത്തിലുള്ള സമരങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ തന്നെ വാൾ സ്ട്രീറ്റ് സമരം ശ്രദ്ധേയമായൊരു സംഭവമായിരുന്നു. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ട സമരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഉയർന്നു വന്നത് ആ രാജ്യത്തിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയാണ് അതിനകത്ത് പ്രതിഫലിച്ചത്. ഇപ്പോൾ പോർച്ചുഗലിലും ഗ്രീസിലും നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടായി. സൈപ്രസിൽ നടന്ന തിരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ആസ്ട്രിയ അവിടുത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സ്ഥിതി ആസ്ട്രിയയിലുണ്ടായി. ബ്രിട്ടനിൽ നടന്ന ഇലക്ഷൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇലക്ഷനാണ് ബ്രിട്ടനിൽ നടന്നത്. നമ്മുടെ രാജ്യം ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെട്ടതൊരു സംഭവമാണ്. ഉദാരവൽക്കരണ സാമ്പത്തിക നയം ശക്തമായി നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമായിരുന്നു ബ്രിട്ടനിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ ജെർമി കോമിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി എന്ന പേരിൽ അവർ കഴിഞ്ഞ കാലത്തെല്ലാം ഉദാരവൽക്കരണ നയങ്ങൾക്ക് അനുകൂലമായുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ തൊഴിലാളി വർഗത്തെ അണിനിരത്തിക്കൊണ്ട് ഈ ഉദാരവൽക്കരണ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായുള്ള പോരാട്ടം സംഘടിപ്പിച്ചു. സ്വകാര്യവൽക്കരിക്കപ്പെട്ട എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും
വീണ്ടും പൊതുമേഖലയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ബ്രിട്ടനിൽ ശക്തമായി നടത്തിയത്. സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന ആശയം തന്നെ രൂപപ്പെട്ടു വന്നു. എന്നാൽ അത് പ്രായോഗികമല്ല എന്ന നിലപാട് മനസ്സിലാക്കിയതോടുകൂടി ലാറ്റിൻ അമേരിക്കയുടെ ഒട്ടേറെ രാജ്യങ്ങളിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ തുടങ്ങിയതോടുകൂടി അവിടെ ഭരണ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി ലാറ്റിൻ അമേരിക്കയിലെ ഒട്ടേറെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിലുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വെനസ്വേല, നിക്കരാഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടായി. എന്നാൽ ഇതിൽ ചില തിരിച്ചടികളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സമീപകാലത്തുണ്ടായി. ഈ തിരിച്ചടികൾ ഉണ്ടെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം വിവിധ രൂപത്തിൽ ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഇക്വഡോറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഇതിനിടയിൽ നടന്നിട്ടുള്ള ഒരു വലിയ വിജയമാണ് ഇക്വഡോറിൽ ഇടതുപക്ഷം നേടിയിട്ടുള്ളത്. അവിടെയും എല്ലാ രാജ്യങ്ങളിലും സാമ്രാജ്യത്വം ഇടപെട്ട് കുത്തിത്തിരിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയിൽ ഹ്യൂഗോ ഷാവേസിൻ്റെ മരണത്തിന് ശേഷം മറുഡയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയുമെന്നായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ പ്രതിവിപ്ലവ ശക്തികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. പക്ഷെ ജനങ്ങളിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. റെക്കോർഡ് തകർത്ത രാജ്യത്തെ ഇന്ധനവില. ഡീസൽ വിലയിൽ സർവ്വകാല റെക്കോർഡ്. പെട്രോളിന് കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വില. വിവരങ്ങളുമായി സ്നേഹ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. സ്നേഹ, പെട്രോളിനും ഡീസലിനും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എത്രയാണ്? ഒരുപക്ഷെ ഏറ്റവും വലിയ വിലയിലേക്കാണ് ഇന്ധനവില രാജ്യത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് നേരിടാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി ഇന്ധനവില എത്തിച്ചേരുന്നതാണോ കാണുന്നത്? തീർച്ചയായും മനു, അതായത് രാജ്യത്ത് ഇന്ധനവില റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. പെട്രോളിന് നിലവിൽ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് പെട്രോളിന് ഇപ്പോൾ ഉള്ളത്. അതായത് സംസ്ഥാനത്ത് ഇന്നലെ പെട്രോളിന് 75 രൂപയും ഡീസലിന് 67 രൂപയും കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ പെട്രോളിന് 75.3 രൂപയും ഡീസലിന് 67.05 രൂപയുമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതേസമയം ഡൽഹിയിൽ, അതായത് താരതമ്യേന നികുതി കുറവുള്ള ഡൽഹിയിൽ തന്നെ ഡീസലിന് 61.74 രൂപയും പെട്രോളിന് 71.18 രൂപയുമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതായത് താരതമ്യേന നികുതി കുറഞ്ഞ ഡൽഹിയിൽ പോലും ഇത്തരത്തിലുള്ളൊരു ഇന്ധന വിലയാണ് ഉള്ളത്. 2014 ആഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വില കൂടിയാണിത്. അതായത് 2017 ഡിസംബർ 12-ന് ഡൽഹിയിലെ ഡീസലിന്റെ വില 58.34 ആയിരുന്നു. എന്നാൽ ഒരു മാസം ആയിട്ടില്ല, അതിനു മുൻപ് തന്നെ ഡീസലിന് 4 രൂപയുടെ വർധനവും അതുപോലെ തന്നെ പെട്രോളിന് 2-ലധികം രൂപയുടെ വർധനവുമാണ് ഡൽഹിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. മുംബൈയിൽ ഇന്നലെ പെട്രോളിന് 65.74 രൂപയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ 5 വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന വില കൂടിയാണിത്. അതായത് ഡിസംബർ 20 മുതൽ ദിവസവും പെട്രോളിനും 12 പൈസയും ഡീസലിന് 20 പൈസയും വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ 16 മുതൽ ഇത്തരത്തിൽ ദിവസേന ഈ ഇന്ധനവില കൂടുന്ന ഒരു സമ്പ്രദായം സർക്കാർ നടപ്പാക്കിയിരുന്നു. അതായത് ആ സമയത്ത് പറഞ്ഞിരുന്നത് പുതിയ രീതി പ്രകാരം വിലക്കുറവിന്റെ നേട്ടം അതത് ദിവസങ്ങളിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വിലക്കുറവിന്റെ നേട്ടങ്ങൾ ലഭിക്കുക എന്നത് വളരെ കുറവ് ദിവസങ്ങളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കാലയളവിൽ ഇന്ധനവിലയിൽ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റിന് മുൻപ് ഇന്ധനവും കൂടെ GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 100 രൂപ, അതായത് സാധാരണക്കാരെ വെട്ടിലാക്കുന്ന രീതിയിൽ ഒരു 100 രൂപയിലേക്കെങ്കിലും ഈ ഇന്ധനവില ഉയരുമെന്നാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. മനു, തീർച്ചയായിട്ടും സ്നേഹം, ഒരുപക്ഷെ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൂടെയാണ് ദിവസേന എണ്ണവില നിശ്ചയിക്കുന്ന രീതി അത് നിലവിൽ വന്നത്. അന്നേരം പറഞ്ഞത്
ഈ പറഞ്ഞതുപോലെ ഇത് സാധാരണക്കാർക്ക് ഗുണകരമാകും, കാരണം വില കുറഞ്ഞു വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നതാണ്. പക്ഷേ വെറും 1-2 ദിവസങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വില കൂടുന്ന കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പെട്രോളിന് ഇതുവരെ വില രേഖപ്പെടുത്തിയത് 77 രൂപയായിരുന്നു. ഇപ്പോൾ 2 രൂപയും കൂടി അടുത്ത് കഴിഞ്ഞാൽ അത് മറികടക്കും. മാത്രമല്ല ഡീസൽ വില ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലെത്തുകയും ചെയ്തു. ഈ ദിവസേന ഇന്ധന വില നിർണയിച്ചതും ഒപ്പം തന്നെ പെട്രോൾ ഡീസൽ വില തീരുമാനിക്കാനുള്ള അധികാരം ഇന്ധന കമ്പനികൾക്ക് വിട്ടു നൽകിയതും ആ തീരുമാനങ്ങളുടെ പാകപ്പിഴകളല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലേക്ക് ഇന്ധനവില ഉയർത്താൻ കാരണമായിരിക്കുന്നത്? തീർച്ചയായും മനു, അതായത് ജൂൺ 16-നാണ് സർക്കാർ ദിവസേന ഇന്ധനവില മാറ്റം വരിക എന്നുള്ളൊരു രീതി സർക്കാർ നടപ്പാക്കിയത്. അന്ന് പെട്രോളിന് 68.53 രൂപയും ഡീസലിന് 58.70 രൂപയുമായിരുന്നു. അതായത് ഈ പുതിയ രീതി വരുന്നതോടെ ദിവസേന ഇത്തരത്തിൽ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ദിവസേന തന്നെ അതിന്റെ ഗുണം കിട്ടുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ വില കുറഞ്ഞത്, അതായത് ഇന്ധന വിലയിൽ കുറവുണ്ടായത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ്. ദിവസേന വിലയിൽ വർധനവുണ്ടാവുക എന്ന കാര്യം തന്നെയായിരുന്നു നടന്നിരുന്നത്. അതുവഴി കേരളത്തിൽ ഇന്ധനവിലയിൽ കുറവുണ്ടായത് കേരളത്തിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപയിലധികം കുറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അതായത് ഇന്ധനവിലയിൽ നിന്ന് എക്സൈസ് തീരുവ കുറച്ചു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിൽ 2 രൂപയിലധികം വില കുറഞ്ഞിരുന്നത്. എന്നാൽ തീരുവ നീക്കിയതിന്റെ പിറ്റേന്ന് തന്നെ തൃശ്ശൂരില് പെട്രോളിന് ലിറ്ററിന് 71.25 രൂപ തന്നെ പെട്ടെന്ന് ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സർക്കാർ ഈ തീരുമാനം, ദിവസേന വില മാറുക എന്ന തീരുമാനം സർക്കാർ നടപ്പാക്കിയെങ്കിലും പ്രത്യക്ഷത്തിൽ അതിന്റെ വലിയ രീതിയിൽ ഉപഭോക്താക്കളിലേക്ക് ഈ ഒരു വില കുറവ് ഏത് രീതിയിൽ ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ വിലക്കുറവ് ദിവസവും ഉണ്ടാവുമ്പോൾ ഉപഭോക്താക്കൾക്ക് അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ആ രീതിയിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. സാധാരണക്കാർ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാർ പോലും ഇന്ധനം, പെട്രോൾ ഡീസൽ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വില വലിയൊരു റെക്കോർഡ് വിലയിലേക്ക് തന്നെ പോകുമ്പോൾ അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇന്ധന ഉപഭോക്താക്കൾക്ക് വളരെ തിരിച്ചടി നേരിടുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. മനു, ശരി, സ്നേഹയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഇന്ധനവില റെക്കോർഡിലേക്ക് കുതിക്കുന്നു. ഡീസൽ വില നിലവിൽ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയാണ്. പെട്രോളും ഇങ്ങനെ പോവുകയാണെങ്കിൽ സർവ്വകാല റെക്കോർഡ് വില കുതിക്കും. വിദഗ്ധർ പറയുന്നു 100 രൂപയിലേക്ക് പെട്രോളിന്റെ വില കുതിച്ചു കയറുമെന്നാണ്. അങ്ങനെയെങ്കിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി തന്നെ സാധാരണക്കാരന് മുന്നിലേക്ക് വരുന്നു. സ്നേഹയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മത്സ്യ വിൽപ്പന രംഗത്ത് ഓൺലൈൻ പരീക്ഷണവുമായി കോഴിക്കോട്ടുകാരനായ സംഗീത്. കാലിക്കറ്റ് ഫിഷ് എന്ന വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്താൽ ഏതുതരം മീനും വീട്ടിലെത്തും. ഓർഡർ ചെയ്താൽ ഏതു മത്സ്യവും വീട്ടിലെത്തും. ചെറിയ മീൻ മുതൽ വലിയ മത്സ്യങ്ങൾ വരെ. ഓൺലൈനിലൂടെയാണ് മത്സ്യവിൽപ്പന എന്നു മാത്രം. www.calicatfish.com കയറി ബുക്ക് ചെയ്താൽ മത്സ്യം മുറിച്ച് വൃത്തിയാക്കി വീടുകളിൽ എത്തും. %10 വിലക്കുറവിൽ കൂടിയാണ് മത്സ്യം ലഭിക്കുക. ഓൺലൈനിലൂടെയുള്ള മത്സ്യവിൽപ്പനയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശിയായ സംഗീതിന്റെ ഈ സംരംഭത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. കാലിക്കറ്റ് ഫിഷ് അവതരിപ്പിച്ചിരിക്കുന്ന ഐസ് ഇടാത്ത മീൻ കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മീൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആവശ്യക്കാരാണുള്ളത്. അപ്പോൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ നിരന്തരം കൂടി വരികയാണ് ഇത്. ആൾക്കാർക്ക് വീടുകളിൽ എത്തിച്ചു കിട്ടുന്നതിലൂടെ ഇതിന് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. നഗരപരിധിയിലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യം എത്തിച്ചു നൽകും. വീടുകളിൽ ബൈക്ക് വഴിയാണ് മത്സ്യം എത്തിക്കുക. രാവിലെ മുതൽ രാത്രി 9 മണിവരെ ഓൺലൈനിലൂടെ മത്സ്യം ബുക്ക് ചെയ്യാം. ഓർഡർ ചെയ്താൽ വീട്ടിൽ മത്സ്യം റെഡി. കാലത്തിനൊപ്പം പുതിയ ചൂടുകൾ മാറ്റിപ്പിടിക്കുകയാണ് മത്സ്യവിപണി. ക്യാമറാമാൻ ജയൻ കല്ലേശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ വൃക്കരോഗികളായ 2 വീട്ടമ്മമാരുടെ ചികിത്സയ്ക്കായി നാടൊരുമിച്ചു. 16 വാർഡുകളിലായി കനിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ധനസമാഹരണത്തിൽ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹകരണമാണ് പ്രകടമായത്.
ആർപ്പൂക്കര സ്വദേശികളായ നിഷ രതീഷ്, സുനിമോൾ സന്തോഷ് എന്നിവരുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് നാട് കൈകോർത്തത്. അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് MLA രക്ഷാധികാരിയായും ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ ചെയർമാനായും പ്രവർത്തിക്കുന്ന കനിവ് ആർപ്പൂക്കര എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ അകമഴിഞ്ഞ സംഭാവനയാണ് നൽകിയത്. ഈ 2 കുടുംബിനികൾ കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസിന് വിധേയമായിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അവർ നിർധനരായതുകൊണ്ട് നാട്ടുകാർ എല്ലാ മതജാതി രാഷ്ട്രീയ ഭേദമന്യേ ആർപ്പൂക്കര എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി അവരുടെ ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിക്കുക. ആർപ്പൂക്കര പഞ്ചായത്തിലെ 16 വാർഡുകളിലും 3 സ്ക്വാഡുകൾ വീതമാണ് ധനസമാഹരണത്തിന് ഇറങ്ങിയത്. 15 ലക്ഷത്തോളം രൂപ സമാഹരിക്കാനായി. ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് ഗാന്ധിനഗർ ശാഖയിൽ നിഷ രതീഷിന്റെയും സുനിമോൾ സന്തോഷിന്റെയും പേരിൽ അക്കൌണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.